മന്ത്രിമാർക്കെതിരെ പരാതി എന്ന വാർത്ത മാധ്യമ സൃഷ്ടിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. പോഷക സംഘടനകളിൽ നിന്നോ പ്രവർത്തകരിൽ നിന്നോ പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് പ്രതികരണം. പാർട്ടി മന്ത്രിമാർക്കെതിരെ പാർട്ടിക്കകത്തു നിന്നോ പോഷക സംഘടനകളിൽ നിന്നോ യാതൊരു വിമർശനവും ഉണ്ടായിട്ടില്ല. എന്നോട് അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾക്കല്ലേ കത്ത് നൽകേണ്ടത്. പുറത്തു വന്നത് യൂത്ത് ലീഗിന്റെ പ്രമേയമാണെന്ന് ഞാൻ പറയണമെങ്കിൽ എനിക്കതിന്റെ ഒരു കോപ്പിയെങ്കിലും കിട്ടണ്ടേ. അതൊക്കെ അവാസ്തവമാണ്, അദ്ദേഹം പറഞ്ഞു. സ്റ്റാഫ് നിയമനവും PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണെന്നും അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണം പിടിച്ചതിന് പിന്നാലെ ലീഗ് മന്ത്രിമാർക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സ്റ്റാഫ് നിയമനത്തിൽ അണികളെ പരിഗണിക്കാത്തതും PM ശ്രീ മദ്യനയം തുടങ്ങിയ വിഷയങ്ങളിൽ പാർട്ടി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചതിലും അണികൾക്ക് അതൃപ്തിയുണ്ടായിരുന്നു. നാളത്തെ വിശാല നേതൃയോഗത്തിൽ വിമർശനമുറപ്പിച്ച സാഹചര്യത്തിലാണ് മന്ത്രിമാരെ തിരുത്താൻ ലീഗ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ മന്ത്രിമാരുടെ 2 മാസത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി സംഘടനയ്ക്ക് അതീതമായി പ്രവർത്തിക്കരുതെന്ന് മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. ഏതാണ്ട് 2 മാസമായി മന്ത്രിസഭ ചുമതലയേറ്റിട്ട്. അതുകൊണ്ട് മന്ത്രിമാരെ ഒന്ന് വിളിച്ചു വരുത്തി ഓരോ വകുപ്പിലുമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വിശകലനം ചെയ്തുവെന്ന് PMA സലാം പറഞ്ഞു. നാളെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ടെന്നും അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏറെ പരാതി ഉയർന്ന സ്റ്റാഫ് നിയമനം ഇതിനോടകം പൂർത്തീകരിച്ചതായും സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. 50 തസ്തികകളിലേക്ക് 3000-ഓളം അപേക്ഷകളാണ് വന്നത്. അവസരം കിട്ടാത്തവർക്ക് അലോസരം സാധാരണമാണെന്നും PMA സലാം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.